എല്ലാവർക്കും ഇറ്റ്സ് മീ അപ്സുവിലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അപ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസരങ്കക്ക് ICC 2 മാച്ച് സസ്പെൻഷൻ കൊടുത്തേക്കാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതൊക്കെ സംസാരിക്കാനാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോണേക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോകാം. സാധാരണ ഒരു ടീമിലെ ഒരു പ്ലെയറിന് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ടീമിന് നിരാശയും സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം എന്നിട്ട് ലെജൻഡ് പ്ലെയർ ആണ് പുള്ളി, നല്ല സ്പിന്നറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ വിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് പുള്ളി മിസ്സായി കഴിഞ്ഞാൽ IPL ആയാൽ തന്നെ സൺറൈസ് ഹൈദരാബാദിന് ശരിക്കും സങ്കടമാണ് ഇതിന്റെ. അതുപോലെ ശ്രീലങ്കയ്ക്ക് മാച്ച് എടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്കും നല്ലൊരു സങ്കടം വന്ന കേസാണ്. പക്ഷെ ഇരു ടീമുകൾക്കും സന്തോഷമാണ് ഈ സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം, എന്താ സംഭവം എന്ന്. കുറെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അത് നോക്കി വായിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 2 ടെസ്റ്റ് മാച്ചാണ് അസരങ്കക്ക് സസ്പെൻഷൻ കൊടുത്താണ്. അസരങ്ക ഓൾറെഡി എന്തോന്നാ ടെസ്റ്റ് മാച്ചിൽ നിന്ന് റിട്ടയർഡ് ആവാൻ പോവാന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പുള്ളി അതൊക്കെ പിൻവലിച്ച് വീണ്ടും ടെസ്റ്റിലേക്ക് എത്തി. ബംഗ്ലാദേശ് ആയിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ 2 ടെസ്റ്റ് മാച്ച് ഉണ്ടായി. അതിന്റെ ആ സ്ക്വാഡിൽ പുള്ളിനെ ജോയിൻ ചെയ്യിച്ചുണ്ടായി. എന്തിനാണ് വിലക്കും കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. വിലക്ക് എന്തിനാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 2.8, അതായത് പ്ലെയർ കോഡ് ഓഫ് കണ്ടക്ട്. അമ്പയർ ആയിട്ടുള്ള ഒരു ഡിസിഷന്റെ പേരിലുള്ള ഇടിയും കാര്യങ്ങളുടെ പുറകെയാണ് പുള്ളി നല്ല രീതിക്ക് റേസ് ആയി അവസാനം അമ്പയർ ആയിട്ട് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. അതിനൊക്കെ വേണ്ടിയാണ് പുള്ളിക്ക് സസ്പെൻഷൻ കൊടുത്തത്. നമുക്ക് എന്താ വിഷയം നോക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ് 8 പോയിന്റ് ആയി. ബംഗ്ലാദേശ് ആയിട്ടുള്ള OD മത്സരത്തിൽ ഒരു 38ാമത്തെ ഓവറിൽ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സ് ഇതുപോലെ തന്നെ പ്രശ്നം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സും ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ 50% മാച്ച് ഫീന്ന് കൊടുക്കാൻ പേ ആയിട്ട് കൊടുക്കാനുള്ള സെറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പേ എന്റെ ഇത് വഴങ്ങൂല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ പറയാം. അങ്ങനെ 3 ഡീമെറിറ്റ്സ് പോയിന്റ് കൊടുത്തായിരുന്നു. ഇപ്പോൾ ടോട്ടൽ 8 ഡീമെറിറ്റ്സ് പോയിന്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ പുള്ളിക്ക് സസ്പെൻഷൻ കൊടുത്തു. സസ്പെൻഷന്റെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെസ്റ്റ് മാച്ച് മിസ്സാവണം, അല്ലെങ്കിൽ 4 T20 മത്സരങ്ങൾ മിസ്സാവണം, അല്ലെങ്കിൽ 4 OD മത്സരങ്ങൾ മിസ്സാവണം. ഇങ്ങനത്തെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റെ അകത്ത് പുള്ളി എടുത്തതെന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റ് മാച്ചാണ്. കാരണം പുള്ളിക്ക് അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെസ്റ്റ് മത്സരങ്ങളാണ് പുള്ളിക്ക് ഇപ്പം നിലവിലുള്ള ബംഗ്ലാദേശ് ആയിട്ടുള്ള ഇത്. അതുകൊണ്ട് തന്നെ ബാക്കി ടീമുകൾ സന്തോഷിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത T20 മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പാണ്, ICC വേൾഡ് കപ്പ് T20 ആണ് തന്നെ. അതിൻ്റെ അകത്തൊക്കെ പുള്ളി മിസ്സായി കഴിഞ്ഞാൽ അത് വൻ നഷ്ടം തന്നെയാണ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം നല്ലൊരു സ്പിന്നറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു സന്തോഷമുള്ള വാർത്തയായി. കാരണം പുള്ളിന്റെ റിട്ടയർമെന്റ് പിൻവലിച്ച് ടെസ്റ്റിലേക്ക് വീണ്ടും എത്തിയത്. ശ്രീലങ്ക ഹാപ്പി ആയതിന്റെ റീസൺ ഇതാണ്. നമുക്ക് എന്നാൽ സൺറൈസ് ഹൈദരാബാദ് എന്തിനാ ഹാപ്പി ആയി നോക്കാം. സൺറൈസ് ഹൈദരാബാദ് ഹാപ്പി ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL തുടക്കത്തെ 3 മത്സരങ്ങളിൽ അസരങ്ക ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലാണ് SRH ഇരുന്നത്. കയ്യിൽ നിന്ന് നൈസായിട്ട് പോയി തുടങ്ങി SRH ഇരുന്നത്. എന്നാൽ IPL ആദ്യ മത്സരം മുതൽ അസരങ്ക ഉണ്ടാകും എന്ന സന്തോഷ വാർത്ത ഓർത്താണ് അവര് സന്തോഷമാവുന്നത്. ഇതൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നു IPL തന്നെ. കാരണം ഇങ്ങനെ ഇരു ടീമുകളും ഇത് വന്നിട്ട് സന്തോഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി കടന്ന് ഉരുള എന്നോട് പറ്റില്ല, കയ്യിൽ നിന്നൊക്കെ പോയി തുടങ്ങി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.